അപ്പൊ ഇന്നാണ് ഇമ്മ ലേറ്റ് ആയിട്ടാണ് ഇനീച്ച്. ഞാൻ നേരത്തെ ഇനീച്ചാലും നമ്മള് ഫുഡൊന്നും ഉണ്ടാക്കുക, നമ്മള് കളി കണ്ടിരിക്കില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നേരെ ഐഡിയലി വന്നിട്ട് നമ്മള് സ്റ്റേഡിയത്തിൽ നിന്ന് ഫുഡ് മേടിച്ച് പോട്ടെ. ഇവിടുത്തെ ഒരു ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഒരു ടൈപ്പ് ഓഫ് ഇഡ്ഡലിയാണ്. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചത്. അപ്പൊ നേരെ നമ്മളിന്ന് വീട്ടിലേക്ക് പോകും. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തതാ കേട്ടോ. എനിക്ക് ഇതിങ്ങനെ കിട്ടുക. അവിടുന്ന് കഴിക്കുകയാണ് കുറച്ചുകൂടി വലിയ പാത്രം, നല്ല രസമായിട്ട് ഒരു ലോഡ് സാമ്പാർ ഞാൻ കാണിച്ചു തരാം. ഇമ്മ കഴിച്ച പകുതിയായി. ഇമ്മക്ക് ഓക്കെ ഇഡ്ഡലിയും സാമ്പാർ, മസാല ദോശ ടൈം എടുക്കും ഗൈസ്. അവിടെ എന്തോരം ആൾക്കാർ രാവിലെ 9:30 ഞാൻ ആയിട്ടുള്ളൂ, പക്ഷെ എന്നാലും ഫുള്ളാണ് ആൾക്കാർ. ഞാൻ ഇത് കാണിച്ചത് എൻ്റെ ഫുഡ്. ഇതാണ് എൻ്റെ ഫുഡ്. കണ്ട സാമ്പാറിൽ മിനി ഇഡ്ഡലി സാമ്പാർ എന്നിട്ട് പറയാ. സാമ്പാറിൽ ഇങ്ങനെ ചെറിയ ഇഡ്ഡലി ഡിപ്പ് ചെയ്തിട്ട് തരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ്. പിന്നെ നോക്കി ഇതിലൊക്കെ ഫുൾ സാമ്പാറാണ്. സത്യം പറഞ്ഞാല് ഇമ്മക്ക് വേറെ സാമ്പാർ മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് മേടിച്ച് വേറെ സെറ്റ് മേടിച്ചിട്ട് 2 സെറ്റായിട്ടോ മേടിച്ചത്. അതെനിക്ക് ഇഷ്ടമായി. ഓ സത്യം പറഞ്ഞ ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നോർമൽ ഇഡ്ഡലിയാ ഓർഡർ ചെയ്തേ, പക്ഷെ ഇവർ ഈ ഐറ്റം തെറ്റായിട്ട് തന്ന്. പക്ഷെ നമ്മള് കഴിച്ചു, നമുക്ക് അറിയില്ല, നമ്മള് കഴിച്ചു അപ്പോഴാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പിന്നെ ഇത് ഓർഡർ ചെയ്യാൻ പഠിച്ചേട്ടാ. ഓർഡർ എഴുതി വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ എന്താ സംഭവം, ഇങ്ങനാണ് കിട്ടാന്ന് അറിയില്ലല്ലോ. ഇഡ്ഡലി സാമ്പാറിനല്ലേ കഴിക്കട്ടെ. ഇവിടുത്തെ സാമ്പാർ എന്ത് ടേസ്റ്റ് അല്ലേ, കുടിക്കുക ഗൈസ്. സാമ്പാർ അത്ര ടേസ്റ്റ് കേട്ടോ ഗൈസ്. സാമ്പാർ അടിപൊളി ആണെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ഇത് എന്താ അറിയോ, ലൈക്ക് അതിലത്തെ വെണ്ടക്ക നല്ല അലിഞ്ഞിട്ടുണ്ടാവും. ലൈക്ക് വായിലിടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് എനിക്ക് സാമ്പാറിൽ ഏറ്റവും ഇഷ്ടം വെണ്ടക്ക കേട്ടോ. ആണ് ഞാൻ വെണ്ടക്കനെ പുകഴ്ത്തി പറയാണ്. ഗൈസ് നമ്മളങ്ങനെ പുറത്ത് പോവാണ്. നമ്മൾ ആംബ്രോ വന്നിട്ടുണ്ട്. ആളിന്ന് വണ്ടിയിലല്ല വന്നിട്ട് ട്രെയിനിലാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. പറഞ്ഞിട്ട് ഗൈസ് ആംബ്രോ നമ്മൾ പിക്ക് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരിക്കും പിക്ക് ചെയ്യാൻ വരുന്നത്. ആംബർ ഒന്ന് ട്രെയിനിലാണ് വന്നിരിക്കുന്നത്. വണ്ടിയൊക്കെ എടുത്തത് ഞാൻ ട്രെയിനാ വന്നത്. അപ്പൊ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി മെട്രോയിലോട്ട് സുഖം കേട്ടാ. അവിടുന്ന് ഇവിടം വരെ വരാനായിട്ട് 35 രൂപ, മെട്രോ ഉൾപ്പെടെ. വീട്ടിൽ നിന്ന് ഇവിടം വരെ വരാനായിട്ട് 15 രൂപ ട്രെയിൻ ടിക്കറ്റ്. വെറുതെ 10,500 പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. 1500. ഏത് പാടും അടുത്തത്? ഞാൻ അടുത്ത മറാഠി സോങ് എടുത്ത് പറപ്പിക്കാൻ അങ്ങോട്ടോ, ഓട്ടോ അങ്ങനെ ഇടിച്ചിടുക അങ്ങോട്ട്. സൈഡ് വാങ്ങിക്കോ. പുതിയ ബാഗ് ഉണ്ട്, ജിമ്മിൽ കൊണ്ടുപോകാൻ പറ്റിയ. ഇന്ന് നമ്മള് വീട്ടില് ബിരിയാണി ഇട്ട് വെച്ചത്. എപ്പോഴും ഇടക്കിടക്ക് വെക്കുന്നതാണ് ബിരിയാണി, വേറെ കാര്യം. അപ്പൊ നമുക്ക് ഇത് ആംബ്രക്കാ ഓക്കെ. എനിക്ക് ലെഗ് പീസാ, ആംബ്രോക്ക് ലെഗ് പീസാ, എനിക്ക് ലെഗ് പീസാ. ആംബ്രോ ഇതാ ബിരിയാണിയാണ്. ആംബ്രോ ബിരിയാണി കഴിക്കാൻ സീനില്ലല്ലോ അല്ലേ? ഞാനും ആംബ്രോ അങ്ങനെ ജേഴ്സിലേക്ക് മാറിയിട്ട് നമ്മൾ അർജന്റീന. ആംബ്രോ ഏതാ ഫാന്? അതില്ല, ഇനിയിപ്പോ വേൾഡ് കപ്പില് അർജന്റീന ലൈറ്റും ക്യാമറ ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്കിന്നൊരു ബ്രാൻഡ് പ്രൊമോഷൻ ഉണ്ട്. ഏതാണ് ബ്രാൻഡ്? കൊക്കോകോള കൊളാബറേഷൻ മറ്റേ ഫിഫയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ നമ്മള് അതിന്റെ ഷൂട്ടില് പോവാണ്. അതുകൊണ്ട് ആംബ്രോക്ക് ഈ ജേഴ്സി ഇടേണ്ടി വന്നു. അപ്പൊ നമുക്ക് വേഗം പോ, ടൈം കളയണ്ട. ഇവിടെ ഇരിക്കുന്നേ നമ്മള് പുറത്ത് പോയി ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞോ? നമ്മളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? പിന്നെ എന്നിട്ട് എന്താ ഇപ്പൊ ഇവിടെ പരിപാടി? നമ്മളിപ്പോ ലെൻസ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മള് ട്രാൻസിഷൻ ചെയ്യാൻ പോലെ. വാ എന്നാ ലെൻസ് വെക്ക. നമ്മള് പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ട് പുറത്തതാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കഴിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ലൈറ്റ് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യത്തെ പോഷൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ലെൻസ് വെച്ച് നമ്മൾ ട്രാൻസിഷൻ ടൈപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലെൻസ് ഒക്കെ വാ
നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോയി റെയിലിൻ്റെ തിരക്കിൽ. എന്തോരം ടൈം എടുക്കുന്നു ഗൈസ് ഒന്ന് റെഡിയാണ്. അപ്പോൾ ആംബ്രോനെ കാണിച്ചത്, ആംബ്രോക്ക് ഞാൻ മേക്കപ്പ് ഇട്ടെടുത്ത് കാണിച്ചത് ഗൈസ്. ഇത് പേടിക്കണം, എനിക്ക് അറിയില്ല പീൽ എങ്ങനെ കാണും. നമ്മൾ ക്യാമറയിൽ നമ്മൾ മറ്റേ വലിയ ക്യാമറ കാണുന്ന ടൈപ്പാണ് ഞാൻ മേക്കപ്പ് ചെയ്ത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടത് ഞാൻ പ്രായത്തിനെ പോലെ ഉണ്ടാവും. ഞാൻ ആംബ്രോയുടെ സ്റ്റൈല് കാണിച്ചത്. ആംബ്രോ ഗൈസ് ഇതെങ്ങണ്ട് ഇവിടെ ഇത് പോക്കില്ലായിരുന്നില്ലേ? കുഴപ്പമില്ല. ഇത് കാണിക്കും. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ്റെ ഹെയർ കട്ട് ഇങ്ങനെ ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സ് തോന്നി കേട്ടോ. അല്ലാതെ ഇവർക്കിപ്പോൾ വേറെ മേക്കപ്പ് ചെയ്യാനില്ലല്ലോ. അതും കണ്ണ് ലെൻസ് പോലെ ശരിയായോ? കണ്ണ് ലെൻസ് പിന്നെ ഇവിടെ ചെറിയൊരു ഇങ്ങനെയുള്ള ഫ്ലാഗ് കിട്ടോ. സെറ്റ് അല്ലേ? പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി ഫുഡ് കഴിക്കുകയാണ്, ബിരിയാണി കഴിക്കുകയാണ്. ഞാനിവിടെ കഴിക്കുകയാണ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ കറണ്ട് ഇല്ല. കറണ്ട് പോയിട്ട് ആംബർക്ക് ലാസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തെടുക്കാൻ വേണ്ടി നിന്നായിരുന്നു. ആംബർ ഇങ്ങനെയാണോ പോകുന്നത്? ആംബ്രോ ആ ലെൻസ് എടുത്തില്ലേ? ആംബർ ഇങ്ങനെയാണോ പോകുന്നത്? ആ വണ്ടിയിലാണ്ട് കുഴപ്പമില്ല. കറണ്ട് പോയി. ആംബ്രോ പവർ കട്ടല്ലേ? ഓ ആംബ്രോ ഇവിടെ തൊടിച്ചു. നീ ഇവിടെ കുറച്ച് പോയി. കുറച്ച് അത്ര ഇല്ല, കഴുകുന്നില്ലല്ലോ. അപ്പൊ ആംബ്രോ പോകുമല്ലേ? ലേറ്റ് ആയി ഗൈസ്. ആംബ്രോ 8:00 വീട്ടിൽ പോകുന്നത്. ലേറ്റ് ആയി നാളെ ഈ ഷൂട്ട് കുറച്ച് ടൈം ലൈക്ക് കുറച്ച് നേരം ഉള്ളെങ്കിലും ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് തീർക്കണ്ട. ഞാൻ ഒന്നും കാണില്ല. എൻ്റെ റബ്ബേ ഞാൻ കാണില്ല. ഇതൊന്ന് കാണിച്ച ഹെയർ സെറ്റായിട്ട്. ഇത് സെറ്റാണ്. ഇന്ന് ആംബ്ര എന്റെ കാറിലല്ലേ ആംബ്ര പോകുന്നത്? അതിന്റെ ശ്രദ്ധിച്ച് പോവാ പ്ലീസ്. എന്റെ മുത്തിന് അവിടെ ഇവിടെ ഒരക്കത് ഒരു സ്ക്രാച്ച് ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടി എന്റെ വണ്ടി സൂക്ഷിച്ച് കൊണ്ടുപോണേ. ശ്രദ്ധിച്ചു പോ. ആ സൗണ്ട് ഒക്കെ ഉണ്ട് ഗൈസ് എന്റെ വണ്ടിക്ക്. ശ്രദ്ധിക്കേണ്ട. എന്തൊരു ശബ്ദം. ആ അത് പുതിയ ബ്രേക്ക് എന്തിനാണ് എനിക്ക് അറിയില്ല. സർവീസിന് കയറ്റി ചറക്കിയ ഈ ശബ്ദമാണ്. ഈ ലൈറ്റ് ഇട്ടിട്ടൊന്നും കാണില്ലല്ലോ. സത്യം പറഞ്ഞാല് ഇപ്പോഴാണ് എൻ്റെ മേക്കപ്പ് കാണാൻ കുറച്ചുകൂടി ഭംഗിയിൽ. എങ്ങനെ അറിയില്ല. കാരണം മേക്കപ്പ് ഇട്ട് കുറച്ച് കഴിയണം, അത് ഒന്ന് സെറ്റായി. പ്രത്യേകിച്ച് എൻ്റെ ഫേസിൽ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഒരു ഓയിലി വരും. പക്ഷെ നല്ലതാണത്. അപ്പോൾ നമ്മൾ ഫേസൊക്കെ കൂടി നല്ല മെൽറ്റായ പോലെ ഫീൽ ചെയ്യും. ലൈക്ക് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിക്കുന്നാലും നല്ലൊരു ഇത് വരും ഗൈസ്. ഒക്കെ ഇങ്ങോട്ടും ആയിട്ട് അവിടെ സെറ്റാവും. ഇപ്പോഴാണ് സെറ്റായത്. പക്ഷെ എന്ത് ചെയ്യാനാ, രാത്രിയായി. നമുക്ക് ഇതൊക്കെ എടുത്ത് കളയണം. ആകെ 2-3 സെക്കൻഡ് അങ്ങോട്ട് തിരിവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പത്തീ കറണ്ടും പോയി, രാത്രിയായി. അല്ല രാവിലേക്കാണെങ്കിൽ രാത്രി വരെ ഇത് ഇട്ടെങ്കിലും നിൽക്കുകയായിരുന്നു. കുറച്ച് സെൽഫി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇത് മാറ്റാൻ പോയി. ഇപ്പോൾ 11:30 ഓക്കെ. 11 ഞാൻ ഇതിട്ട് കുറച്ചൊക്കെ നിന്നൊക്കെ ചെയ്ത്. പക്ഷേ നമുക്ക് ഇനി അയച്ച് മാറ്റണം ഗൈസ്.